ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ആനന്ദ് നായർ. എപ്പോഴും ഇങ്ങനെ തന്നെ. ഹായ് ഗായ്സ്, ഹാപ്പി ഓണം. വെൽക്കം ബാക്ക് ടു ഹിസ് ചാനൽ. അവർ ചാനൽ അല്ല, എന്റെ ചാനൽ. ഹിസ് ചാനൽ. മൈ ചാനൽ. ദിസ് ഈസ് മൈ ബ്രദർ. അതെ, ആനന്ദ് നായർ. അത് ഞാൻ പേര് മാറ്റിയതാണ്, ആനന്ദ് നായർ. ഗൈസ്, ഇന്ന് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്, അപ്പം ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക്. നമ്മുടെ ഇൻട്രോ കഴിഞ്ഞ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എന്തോ ദിവസമാണ്? തിരുവോണം. സമയം എത്രയാണെന്നറിയാമോ? 1:30 മണിയായി. രാത്രി 1:30 മണി. വെളുപ്പിന് 1:30 മണി. രാത്രിയല്ലേ, വെളുപ്പിന് 1:30 മണി. എന്താ അത്തമുള്ള പരിപാടിയാണ്. നട്ടപ്പാതിരയ്ക്ക് ഉറക്കം ഇല്ല. അപ്പൊ ഇന്നത്തെ യെസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവോണത്തിന് ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കിയൊന്നുമല്ല, ഞാനല്ലേ എന്റെ ക്യാമറ കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കളവൊക്കെ വരച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൂ വെക്കലാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാൻ പോകും. നമുക്കിനി പൂ കൊടുത്താലേ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിവിടെ അത്തമുള്ളത്. ഞാൻ പണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്താണ് അത്തമൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ. ഇപ്പം പിന്നെ നമ്മളെ ഋതുകൂട്ടം വന്നു. ഇപ്പം അവനെ കാണുമ്പോൾ ഇത് പുതുമയല്ലേ. അപ്പം നമുക്ക് ഞാൻ ചിന്തിച്ചിപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, കുറേ നാളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവനും ഒരു പുതുമയായിരിക്കും. നമ്മളെ ഋതുകൂട്ടം മാത്രമല്ല, ഇപ്പം പുതിയൊരാളോട് വന്നിട്ടുണ്ട്, നമ്മൾ അനിയത്തിയിലെ കുഞ്ഞുമാവ്. ഇവിടെയാണ്. ഞാൻ കുഞ്ഞുമാവെന്ന് പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ പേര് ഇതുവരെ ഇട്ടില്ല. അവർ പേരിൽ ഇപ്പോഴും സംശയമാണ്. നൂലേട്ടായില്ല. പിന്നെ നൂലേട്ടിനെ കറക്റ്റ് പേര് അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ചർച്ചയിലാണ് ഇപ്പോൾ പേരിടാൻ വേണ്ടിയിട്ട്. അവരൊരു പേരവിടെ ഹോസ്പിറ്റലൊക്കെ എഴുതി കൊടുത്തു, പക്ഷെ അതിനെ മാറ്റിക്കഴിഞ്ഞ് വേറെ ഏതോ പേരെന്ന കാര്യം ഇതോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഈ അനിയത്തി എന്ന് പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി നന്ദു ബ്ലോക്സിലെ പാർവതി. അളിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കാർത്തിക് സൂര്യയുടെ കൂട്ടുകാരയില്ലേ നന്ദു, അവനാണ് എൻ്റെ അളിയൻ. അപ്പൊ അവരിപ്പോ പേരിടാൻ ചർച്ചയിലാണ്, ഇതുവരെ കൺഫേം ആയില്ല. മിക്കവാറും സെപ്റ്റംബർ 9 നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറയാമേ എൻ്റെ കൂടെ പൂർക്കാനേ നമ്മൾ എഡിറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. എഡിറ്റർ ഞാൻ സംഭവം ഇത് തികയിലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൊഴുപ്പെന്നത് പറഞ്ഞാൽ ഈ സാധനം ആദ്യം ഇല്ലായിരുന്നേ. ഞാൻ എൻ്റെ കൊഴുപ്പിന് പൈസ കൊടുത്ത് രണ്ടാമതാണ് പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ച സാധനമാണ്. ഏറ്റവും കൂടുതൽ സമയം കൊല്ലും. തീരണില്ല. എടുക്കുന്നതോറും ഇങ്ങനെ വീണ്ടും ഇതിനകത്ത് നിറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഫീൽ. ഏതാണ്ട് ഇതിന് തന്നെ വേണം ഒരു 2 മണിക്കൂർ. നമ്മളിപ്പോ പണി തുടങ്ങിയിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. ഏകദേശം ഇപ്പൊ 3 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കീർത്ത് കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇട്ട് തുടങ്ങാം. അപ്പൊ എനിക്ക് വാടാമല്ലി നമ്മളെ എഡിറ്റർ നുള്ളിൽ തരാന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് ഇട്ട് തുടങ്ങാം. അപ്പോഴത്തേക്ക് അവൻ എല്ലാം ശരിയായിരിക്കും. എല്ലാം ശരിയാക്കി വിടാം. നമ്മൾ അത്തമിടുമ്പോഴേ ആദ്യം ചെയ്യണമെന്ന് ഗണപതി വയ്ക്കുക എന്നുള്ളതാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ചാണകം വച്ചിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഗണപതി വയ്ക്കുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ ചാണകം വയ്ക്കാനില്ല. അവിടെ നമുക്കൊരു താമര വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2 ദിവസം മുന്നേ ഒരു ഹാരം കിട്ടിയില്ലായിരുന്നു. അതൊന്ന് അന്ന് വാങ്ങിച്ചപ്പോൾ താമരയ്ക്ക് 40 രൂപ, നമുക്കിപ്പോൾ 50 രൂപ 2 ദിവസം കഴിഞ്ഞാൽ. ഓക്കെ
ഗൈസ് നമ്മളിപ്പോൾ അവസാന ഘട്ട മണിക്ക് പണിയിലെത്തി നിൽക്കുകയാണ്. മണി ഏകദേശം 4 കേട്ടോ. വെളുപ്പിന് 4 കോഴിയൊക്കെ കൂവി തുടങ്ങി. ആക്ച്വലി നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല, വരച്ച് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ് കേട്ടോ. എന്നാലും ചെയ്ത് വന്നപ്പോൾ കൊള്ളാല്ലേടാ. ഗൈസ് എല്ലാം നമ്മുടെ അത്ത റെഡി ആയിരിക്കുകയാണ്. മണി ഇപ്പം 4:30 കഴിഞ്ഞല്ലടാ. 4:30 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം. രാവിലെ എണീച്ചിന് അമ്പലത്തിൽ പോകാനുള്ള വിശേഷം വേണം. അപ്പോൾ രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞത് എണീച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? വെളുത്ത മുണ്ട്, ഒരു മുണ്ടും ഒരു ജുബൈ പച്ചക്കളർ. അപ്പോൾ ഇനി നേരെ അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ പോകണം. അപ്പം അമ്പലത്തിൽ പോകാനായിട്ട് രുദ്രന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. രുദ്രും കൂടെ ഇപ്പോൾ വരും കേട്ടാ. അപ്പോൾ രുദ്ര കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രുദ്രനും കൊണ്ട് വേണം അമ്പലത്തിൽ പോകാൻ. ഇന്നലെ രാത്രി ഇട്ട നമ്മുടെ അത്തം ക്ലിയറായിട്ട് കാണണ്ടേ? ഒന്ന് കയറി കണ്ട് നോക്കാം. ഇതാണ് നമ്മുടെ അത്തം. ഇന്നലെ പകൽ രാത്രി ഇത്രയും ഭംഗി നീ തോന്നിയില്ലേ? ആക്ച്വലി നമ്മൾ തന്നെ ഇവിടെ ഈ കോളമൊക്കെ ഇല്ലേ വേറെ രീതിയിലൊക്കെയാണ് തെച്ചത്. വരച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വരച്ചത്. അപ്പോൾ ഈ വരച്ച് വന്നപ്പം വേറെ രീതിയിലായിപ്പോയി. ഗുഡ് മോർണിംഗ്. ഹാപ്പി വേണം. നമ്മളെ അമ്പലത്തിൽ പോയിട്ട് വരാമേ. അപ്പം നമ്മൾ വണ്ടി ഒരിടത്ത് സ്ഥലമില്ല. നമ്മൾ കുറേ മാറിയാണ് വണ്ടി കൊണ്ട് ഒതുക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കടാ. ശരി, അപ്പം നമ്മൾ കോലി പോയിട്ട് വരാം. ഇവനറിയാമോ? മുടിയേ കൊച്ചേ അവിടെ ജീവിക്കുന്നു. ഗൈസ് അമ്പലത്തിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഗൈസ് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ആദ്യം കഴിക്കുന്ന ആഹാരം രാവിലത്തെ ആഹാരമാണ് ഇഡ്ഡലിയും സാമ്പാറും. എപ്പോഴും നമ്മളെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന സാധനമാണ്. നമ്മളെ വീടുകളിൽ ആദ്യം ഉണ്ടാക്കുന്നത് രാവിലത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും. ഗൈസ് ഇതാണ് നിബിൻ രാജ്, നമ്മളെ കണ്ടാ ടാർസനെ പോലെ മുടിയൊക്കെ ജീവനുള്ള സമയത്ത് തരൂ. ഗൈസ് നമ്മളെ കടയിൽ പോകാനായിട്ട് ഇറങ്ങി. നമ്മളെ കടയിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഇവനാണ് നമ്മളെ കൂടെ കടയിൽ നിൽക്കുന്നത്. ആക്ച്വലി ഇവൻ പഴയ നമ്മുടെ സ്റ്റാഫായിരുന്നു കേട്ടോ. വേറെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ കട വിട്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ഇന്ന് വിളിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ഇനി കടയിലെ കാഴ്ചകൾ കാണാം. ഞാനേ സംഭവം അമ്പലത്തിലൊക്കെ പോയപ്പോ ഇല്ല നമ്മുടെ കട അടയ്ക്കാറില്ല. കഴിഞ്ഞ വർഷം മാത്രം.
ഗൈസ് നമ്മൾ അല്പനേരത്തെ തിരക്കിന് ശേഷം കുറച്ച് സമാധാനപരമായിട്ടിരിക്കും. അതെ അതെ തീർന്നിട്ടില്ല. അടുത്ത ആൾ വരുന്നുണ്ട്. ഗൈസ് ഈ കാണുന്നതാണ് എൻ്റെ രാജ്യം കേട്ടാ. ഞാൻ രാവിലെ പറഞ്ഞത് എൻ്റെ 15 മണിക്കൂർ ചിലവാക്കുന്ന സ്ഥലം ഇത്. ഗൈസ് ചെറിയ വിശപ്പ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമയം 1:30 മണിയായി. ഇനി നമുക്ക് വീട്ടിൽ പോയി സദ്യ കഴിക്കാം. ആളുകളൊക്കെ ഒന്ന് ഒതുങ്ങി. നമ്മൾ രാവിലെ മുതൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതൊക്കെ ഒതുങ്ങി. ഇനി നമുക്ക് പോയി ആഹാരം കഴിക്കാം. ഇനി അടുത്ത സദ്യ കഴിക്കാൻ പോവാം. ഗൈസ് നമ്മളെ നാട്ടിലിട്ടിരിക്കുന്ന വേറൊരു അത്തമാണ് കേട്ടോ. നമ്മളെ ഹിന്ദു ഐക്യവേദിയുടെ അത്തം, കേരളത്തിലത്തെ അത്തം. ഓണഴി കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കണം, പിന്നെ പഴം വാങ്ങിക്കണം, വേറെ ഒരു സാധനം കൂടെ വാങ്ങിക്കാം. ഗൈസ് നമ്മളെ നാട്ടിലെ മറ്റൊരത്തം. വീട്ടിലേക്ക് ഉണ്ണാൻ വരുന്നത്. വെൽക്കം വെൽക്കം. ചോറുണ്ടാ? നീ ചോറുണ്ടാ? സജ്ജ ഹായ് പറ. ഹായ് ഹായ്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗൈസ് നമ്മൾ ഊണ് കഴിക്കാൻ വന്നതാണ്. പായസം ആയില്ല. കടു വറുത്തില്ല. പായസത്തില്ല, കടു വറുത്തില്ല. ഞാൻ അറിഞ്ഞില്ല. പുതിയ പായസവും കടു വറുത്തുള്ള പായസവും. കടു വറുത്തുള്ള പായസമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ വേണം. തേങ്ങ കൊത്തൊക്കെ തിന്നുന്നതാ. അത് തേങ്ങ കൊത്തുണ്ടായിരുന്നു, അത് കണ്ടില്ലല്ലോ. ദൈവമേ, നിന്റെ അബദ്ധത്തിന് ഞാൻ പറഞ്ഞു പോയി. ഗൈസ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം തീർക്കാം. നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. പോവാം. ഗൈസ് നമുക്ക് സദ്യ തുടങ്ങാം. സെൽഫ് സർവീസ് ആണ് കേട്ടോ. ഗൈസ് ചോറുണ്ണാണ്ട് എത്ര പാഴ് എടുക്കണം എൻ്റെ മോനെ കണ്ട. മക്കളെ പപ്പടം. അമ്മ ഒരേ താറ്റി. അടിപൊളി. ചായ ഉണ്ടാക്കിയടേ. ഓഹോ, ഏത് മറ്റേ കടുവറുത്ത് പായസം കടുവറുത്ത പായസത്തിൽ കടുവറുപ്പേ ഉള്ളൂ, വേറെ കപ്പി എടുക്കാൻ പറ്റില്ല. ഗൈസ് കടുവറുത്ത പായസമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ കടുവറുത്ത പായസം. സദ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇഡ്ഡലിയും പായസമായിരുന്നു കേട്ടോ. അടിപൊളി പായസം. പിന്നെ മത്ത് കുടിക്കും പായസം കഴിച്ചു. എന്താടേ ഹാപ്പി ഓണം. കൊച്ചനാണ് കേട്ടോ, കണ്ട കൊച്ചത്തെ. എന്ത് മക്കളെ ഓണക്കോഴിടാ, ഓണക്കോഴി. താങ്ക് യു പറ. അത് വേണ്ട, ചെല്ല്. അവിടെ താടിയൊക്കെ പിടിച്ച് വലിച്ചേണ്. പായസം നന്നായിരുന്നു. ഭാര്യ വെച്ചതായോണ്ട് പായസം നല്ലതായിരിക്കും. അമ്മ വെച്ചാൽ കൊള്ളൂല. അമ്മയുടെ വിഷമമാണ് ഈ പറഞ്ഞത്. കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു.
ഇന്നലെ സദ്യ ആയിരുന്നു. ഇന്നലെ ഉത്തരാടായിരുന്നു, വേറൊരു സ്ഥലത്ത് സദ്യ ഉണ്ടായിരുന്നു. ഇന്ന് സദ്യ, ഇനി നാളെ സദ്യ, മറ്റന്നാൾ സദ്യ, സദ്യയോട് സദ്യ. കാര്യം പറയുന്നു. ആക്ച്വലി നമ്മൾ ഊണ് കഴിച്ച് നേരെ വീട്ടിൽ കടയിൽ വന്നു. രാവിലെ മുണ്ടല്ലോ എടുത്തത്, ഞാൻ പാൻസ് ആക്കി. കാര്യം ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുണ്ടെടുത്തുകൊണ്ട് നടക്കില്ല, അതുകൊണ്ട് പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങി. ഇനി വൈകിട്ട് വരെ ഒരു 8 മണിയിൽ ഞങ്ങളിന്ന് സാധാരണ 11 മണിയിലെ കട ഉണ്ട്. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് നമ്മൾ 8 മണിയിലോട്ട് കട. 8 മണിയാണെങ്കിൽ നമുക്ക് ഇവിടെ കട. ഇനി ഇതിനകത്താണ് പ്രയത്നം. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ അവസാനത്തെ കസ്റ്റമറെ നമ്മൾ പറഞ്ഞിട്ടു. 8 മണിക്ക് കട അടക്കണം എന്ന് വിചാരിച്ചു. സമയം എത്രയാണെന്നറിയാമോ? അങ്ങോട്ട് നോക്കി, 9:30 മണി. 9:30 മണി. അപ്പോൾ ആക്ച്വലി നമ്മൾ 8 മണി കട അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമമൊക്കെ നടത്തി. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം നമ്മൾ ഒന്ന് റിലാക്സ് ആയപ്പോൾ കട അടച്ചു. അപ്പോൾ ഇനി എന്താന്ന് പറയാൻ, ഇനി വീട്ടിൽ പോകണം. ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഓണം ഇങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ നീളും. ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആകും വീട്ടിൽ കയറുമ്പോൾ. ഇന്ന് കുറച്ച് നേരത്തെ വീടെത്തും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. To be the next time, this is Anand Nair signing out from Sunday Rollouts. Bye bye.